guys, welcome back to my channel. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിലും ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 7 മാസമായിട്ട് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സും ഇവിടെയൊക്കെ തന്നെ പോക്കും വരവൊക്കെ ആയിരുന്നു. അങ്ങനെ ദൂരോട്ട് എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ, നമ്മൾ കോവിഡ് കാരണം. സോ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളിന്ന് മാരാരിക്കുളം പോവുകയാണ്. മാരാരിക്കുളം പോകാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് നമ്മളൊരു ഹാപ്പി ഫാമിലിയുടെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണുന്നത്. ഒരു മാരാരിക്കുളം അബാ ടർട്ടിൽ റിസോർട്ടിൽ അവർ സ്റ്റേ ചെയ്യാൻ പോയി. അങ്ങനെയാണ് നമ്മൾ മാരാരിക്കുളം അബാ ടർട്ടിൽ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത്. സോ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ പോവുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത്, അവിടുത്തെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫുൾ ഗ്രീനറിയാണ്. അതിനടുത്ത് തന്നെയാണ് ബീച്ച്. അതിനകത്ത് 2 മീൻസ് വാക്കിംഗ് ആയിട്ട് ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയില്ല, നമ്മളിതുവരെ പോയിട്ടില്ല. സോ നമുക്ക് അവിടെ പോകാം. പോയിട്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്കൊരു വീഡിയോ ആക്കാം. വീഡിയോ ആക്കി നമുക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോ നമുക്ക് കാണാം. ഫൈനലി നമ്മൾ നമ്മുടെ അബാ ടർട്ടിൽ റിസോർട്ടിൽ എത്തി. അപ്പം നമ്മൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഇത് കണ്ടാലറിയാം, സൂപ്പർ വ്യൂ ആണ്. ഇവിടുന്ന് കണ്ടോ, അടിപൊളിയാണ് അബാ ടർട്ടിൽ റിസോർട്ട്. ഇപ്പം നമ്മുടെ മാരാരിക്കുളത്താണ്. In 150 meters, your destination will be on the left. അടിപൊളിയാണ് നമ്മുടെ മാരാരി. യെസ്, ഇത് കണ്ടോ, അടിപൊളി ഒരു പാലം. എന്റെ ഫോൺ താഴെ പോയതിപ്പോ. ഫൈനലി വി റീച്ച് അബാ ടർട്ടിൽ റിസോർട്ട്. സോ നമ്മൾ അബാ ടർട്ടിൽ റിസോർട്ടിലെത്തി. ഇവിടുത്തെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് റിസപ്ഷൻ. ഒരു നാടൻ ടൈപ്പിലുള്ള ഒരു തറവാട് പോലെയാണ് റിസപ്ഷനൊക്കെ. സോ ദിസ് ഇസ് അബാ ടർട്ടിൽ റിസോർട്ട്. അതാണ് എൻട്രൻസ്. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നിട്ട് അവിടെയാണ് കാർ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ റിസോർട്ടിലോട്ടൊക്കെ പോകുന്നത്. സോ നമുക്ക് ചെക്ക് ഇൻ 1 o'clock പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ അബാ ടർട്ടിൽ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ കണ്ടാലറിയാം, നല്ല ഭംഗിയായിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് പറയുക, റിസോർട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ 1 o'clock ആകുമെന്നാണ് പറഞ്ഞത്. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം. സോ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ. റിസോർട്ടിൻ്റെ ഫുഡ് കഴിക്കുന്ന ഏരിയ അവിടെയാണ്. നമുക്ക് ഒത്തിരി അകത്തോട്ട് പോകാൻ റിസോർട്ടുകളുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ കോവിഡ് ടൈം ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. സോ നമുക്ക് 1 o'clock ചെക്ക് ഇൻ. നമുക്ക് അതുവരെ ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൻ്റെയും ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണിക്കുന്നതായിരിക്കും. ചേച്ചമ്മ, നമുക്ക് റൂമൊക്കെ ഇത് കാണാം. യെസ്, റൂം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാഷ്റൂമാണ്. വാവ്, ഒരു ഔട്ട്സൈഡൊക്കെ കണ്ട് സൂപ്പറാണ്. ബീച്ചാണത്. ഇങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇച്ചിരി വെയിലുണ്ട്, അതിൻ്റെ ചെറിയ ടയർഡ്നെസ് ഉണ്ട് എല്ലാവർക്കും. അപ്പം നമ്മൾ ഇന്ത്യയിലാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. പോകാം. ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിക്കട പോലെ നമ്മൾ വഴിയേരിയിലൊക്കെ കാണുന്ന പോലത്തെ ചായ ഈവനിങ് ടൈമിലുണ്ട്. ഇപ്പം വെയിലാണ്ടില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ലഞ്ച് കഴിക്കാം. Yeah, you got that yummy, yum, that yum.
കഴിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് അതൊന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ട്, ഒരു 500 മീറ്റേഴ്സ് അത്ര കാണത്തുള്ളൂ. നമ്മൾ നടക്കുകയാണ്. അപ്പം നമ്മുടെ ചേച്ചമ്മ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലാണ്. കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. സോ നമുക്കവിടെ വെച്ച് കാണാം. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് പോവുകയാണ്. സോ ബീച്ച് അടുത്തെത്താറായി. നമ്മൾ പോകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് നമുക്ക് ഷട്ടിൽ കളിക്കാൻ പോകണം. അത് കഴിഞ്ഞ് വന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. പിന്നെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. സോ നമുക്ക് ഷട്ടിൽ കളിക്കാൻ പോകാം. നമ്മളപ്പം ബട്ടർഫ്ലൈ ഗാർഡൻ പിന്നെ ആക്ടിവിറ്റി ഏരിയയിലോട്ടൊക്കെ പോവുകയാണ്. ഇപ്പം നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ഒരു പോർഷനാണിത്. ഇപ്പം നമ്മൾ ആക്ടിവിറ്റി ഏരിയ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ കാണുന്നതാണ് ആക്ടിവിറ്റി റൂം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ആക്ടിവിറ്റി റൂമിൽ വന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ അതിനകത്ത് കയറിയിട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. സോ അതാണ് ആക്ടിവിറ്റി റൂം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെന്നീസ് ടേബിൾ, ചെസ്, ക്യാരംസ് ബോർഡ് ആൻഡ് ഇത്രേ ഉള്ളൂ സംഭവം. ക്യാരംസ് ബോർഡ് 2 ഉണ്ട്, ടെന്നീസ് ടേബിൾ. നമുക്കിതിപ്പം ഇത് കളിക്കാൻ പോവുകയാണ്. നമുക്കിതിപ്പം കളിച്ചിട്ട് വരാം കേട്ടോ. ഇത് ആക്ടിവിറ്റി റൂമിൽ കാണുന്ന ഒരു ലൈറ്റാണ്. ഭയങ്കര രസമാണ് അതിൻ്റെ ആ ഒരു ലൈറ്റിനും കാണാൻ. ഈ റൂമിൻ്റെ ഒരു മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ ലൈറ്റ് തന്നെയാണ്.